ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെസ്സേജ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മെയിൻ ഐറ്റമാണ് പേരക്കുലുക്കി. ഇതുവരെയായിട്ടും ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയില്ല, നല്ല സ്ഥലം കിട്ടിയാൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ പോവാം. പോയി ഇവിടെ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ പൂ കാണുന്നുണ്ട്. ഇവിടെ നിറച്ചു വീട്ടാ പോവാ. ഇത് വേണേൽ നമുക്ക് ഓണത്തിന് അത്തപ്പൂക്കളത്തിന് ഇടാൻ വേണേല്. നല്ല അടിപൊളി മഞ്ഞ പൂവാണ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. നല്ല സൈസ് പൂവാണ് ഗൈസ്. ഇവിടെ മറച്ചും കാട് പിടിച്ച് കിടക്കുകയാണ്. മറച്ചും മുള്ളുണ്ട് ഗൈസ്. എങ്ങനെ പോകുന്ന അറിയില്ല. എങ്ങനെയൊക്കെ ഒന്ന് പോവാം ഫ്രണ്ട്സ്. നല്ല അടിപൊളി പൈനാപ്പിൾ ഫ്രണ്ട്സ്. ഇത് പഴുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ്. ഇത് പഴുത്തോ? ഇല്ല ഫ്രണ്ട്സ്, ഇത് പച്ച കളറാണ്. ഇതിന് മേലെ എന്തൊക്കെയോ പൂവുണ്ട് ഫ്രണ്ട്സ്. നമ്മള് കുറെ അങ്ങോട്ടൊക്കെ പോയി നോക്കിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ നമുക്ക് പറ്റിയ സ്ഥലം ഇവിടെയാണ്. അത്യാവശ്യം നല്ല കണ്ടിട്ട് തോന്നുന്ന ചിലുമിമാരാണ് ഇത്. ചിലുമിമാരത്തിന് താഴെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ സെറ്റാക്കുന്നു. സെറ്റല്ല, ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ തിന്നാൻ. നമുക്ക് വേണ്ട മെയിൻ ഐറ്റമാണ് ഈ സാധനത്തിന് വേണ്ടത്. ഇതിന്റെ പേര് പേരക്ക കുലുക്കി എന്നാണ്. അതിനായിട്ട് നമുക്ക് 2-3 പേരക്ക ആവശ്യമുണ്ട്. ഇതാ പേരക്ക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ പേരക്ക കിട്ടിയിരിക്കുന്നു. ഇതാ 2 ഏകദേശം ഈ ഒരു രീതിയിലുള്ള പച്ച കളറാണ് വേണ്ടത്. ഈ ഒരു രീതിയിലുള്ള ഒന്ന് സൂം ചെയ്യ്. ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ഇതാ നമുക്കിവിടെ കുറച്ചെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ വേറെ ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാത്രം തിരിച്ചു വെച്ചിട്ട് പേരക്ക ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പേരക്ക ഇതാ ഇത്രയൊക്കെ ധാരാളമാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ എല്ലാ പേരയ്ക്കും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പേരക്ക നമുക്ക് വേണ്ടായിരുന്നു. പിന്നെ ഇതാ നമുക്ക് നാരങ്ങ ആവശ്യമുണ്ട്. ഏകദേശം ഒരു പഴുത്ത രീതിയിലുള്ള നാരങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ പച്ചമുളക് മെയിനായിട്ട്. അതിൻ്റെ ഒരു ഇത്ര പീസ് മതി നമുക്ക്. പിന്നെ അതിൻ്റെ നടുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇതാ ഓക്കെ. ഇനി ഇതിൻ്റെ മസാലക്കൂട്ടുകളാണ്. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ പേരയ്ക്കൊക്കെ കൂടി ഇതിനകത്തേക്കൊന്ന് ഇടണം. ഇട്ടതിന് ശേഷം ലേശം വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കഴുകണം. നമ്മൾ ഇതെന്തിനാ കഴുകിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നമ്മൾ 2 വട്ടം കഴുകുക. ആ 2 വട്ടം എന്തിനാ കഴുകിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തുള്ള പൊടിയൊക്കെ ഒന്ന് പോയി പിന്നെ 3ാമത്തെ വട്ടം കഴുകണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലേശം അപ്പം വെള്ളം ഉണ്ടാവുമല്ലോ കളയുമ്പോൾ. അപ്പം ആ വെള്ളം കാരണം ഈ മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് പിടിക്കും. പിന്നെ ഇതുവരെയായിട്ട് യൂട്യൂബിൽ ആരും ഇടാത്ത ഒരു ഐറ്റമാണ് പേരക്കുലുക്കി. ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടിലേക്ക് കിടക്കാം. നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് ആവശ്യമുണ്ട്. ഇതുവരെയായിട്ട് യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനൽ. പിന്നെ ഞങ്ങളിതെന്നും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. പിന്നെ ലേശം ഉപ്പ്, പിന്നെ കുറേ കല്ലുപ്പ്. ഇതൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കണം.
ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ നല്ലോണം നാരങ്ങ പിഴിഞ്ഞെടുക്കണം. ഫ്രണ്ട്സ് നിങ്ങൾ ഞങ്ങളെ ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഞെക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള ഈ മുളകില്ലേ, അത് ഈ പേരക്ക ലേശം ഒന്ന് ഇങ്ങോട്ടാക്കിയിട്ട് ഈ പേരക്കേൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് തുടച്ചു കൊടുക്കുക, ഈ കത്തിൻ്റെ ഈ ഒരു ഭാഗം. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം കുത്തി കൊടുക്കണം ഈ മുളകിനെ. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എരിവ് ഒന്നും ഉണ്ടാവില്ല ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് അരച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ മെയിൻ സംഭവമാണ് പേരക്ക കുരുക്കിയല്ലേ. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ അടപ്പ് വെക്കുക. കുട്ടികൾ ആരും ഇത് ചെയ്യരുത്, കാരണം കുലുക്കുമ്പോൾ വലിയൊരു ചെയ്യണം, വലിയൊരു കുലുക്കണം. ഇതൊക്കെ ഇല്ലേ കുട്ടികൾ കുലുക്കുമ്പോൾ ഇത് മുളകിൻ്റെ ഇതൊക്കെ കണ്ണിലെരിയും, നല്ല എരിവുണ്ടാവും ഇതിന്. ഇപ്പം നമുക്ക് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒന്ന് ഷേക്ക് ചെയ്യാം. എൻ്റെ കൂടെ വലിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് ലേശം കൂടി ഒന്ന് കുലുക്കണം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഗൈസ് അടിപൊളി മണമുണ്ട് ഗൈസ്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇടാനോ. ഫ്രണ്ട്സ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. നമ്മളെ അനിയ ഇവിടെ വന്നിട്ടുണ്ട്. വാ, ഇതാ ഫസ്റ്റ് തന്നെ ഇവനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അതാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. എരിവുണ്ടോ? എരിവുണ്ട്. പൊടിയാണോ? കുറച്ച് ടേസ്റ്റും ഉണ്ട്. ഇനിയാണോ? വെച്ചോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഞെക്കിയാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ.